ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. കാർത്തിക് മാസം, ദാമോദര മാസം സ്പെഷ്യൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദാമോദര മാസം ആരംഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു കാർത്തിക മാസം അല്ലെങ്കിൽ ദാമോദര മാസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്. ഇന്ന് നമ്മൾ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദാമോദര മാസത്തിൽ ഒരുപാട് ഭഗവാന്റെ ലീലകൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ലീലകളും അതേപോലെ തന്നെ ഒരുപാട് ഫെസ്റ്റിവൽസും ഉള്ള ഒരു മാസമാണ് ഈ ഒരു മാസം. ദീപാവലി വരുന്നു. ഈ ഒരു മാസത്തിലാണ് ദീപാവലി വരുന്നത്. പിന്നെ ദാമോദര ലീല, കൃഷ്ണൻ്റെ ദാമോദര ലീല നടന്നിട്ടുള്ള മാസമാണ്. അതേപോലെ വേറെ ഒരുപാട് ശരത് പൂർണിമ ആഘോഷിച്ചു. ശരത് പൂർണിമ കഴിഞ്ഞു, അതായത് രാസലീല തുടങ്ങുന്ന ദിവസം. പിന്നെ ഗോവർദ്ധന പൂജ വരുന്നുണ്ട്. ഗോവർദ്ധന പൂജ ഈ മാസം തന്നെ. പിന്നെ ഗോപാഷ്ടമി വരുന്നുണ്ട്. കൃഷ്ണൻ പശുക്കുട്ടികളെ ആണ് കാട്ടിലേക്ക് ആദ്യം കൊണ്ടുപോയി തുടങ്ങുന്നത് കുട്ടിയായിരിക്കുമ്പോൾ. കാര്യം വലിയ പശുവിനെ മാനേജ് ചെയ്യാനുള്ള ശക്തിയില്ല എന്ന് യശോധറാണിയും നന്ദമഹാരാജും പറയും. അപ്പോൾ 5 വയസ്സ് വരെ അവർ പശുക്കുട്ടികളെയാണ് കൊണ്ടുപോകാറ്. വലുതായതിന് ശേഷമാണ്, 6 വയസ്സിന് ശേഷമാണ് വലിയ പശുക്കളെ കൊണ്ടുപോയി തുടങ്ങിയത്. അപ്പോൾ ഗോപാഷ്ടമി എന്ന് പറയുന്ന ദിവസം ചെറിയ പശുക്കുട്ടികളെ മേയ്ക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്നതിന് പകരം വലിയ പശുക്കളെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രൊമോഷൻ കിട്ടുന്ന സമയമാണ് ശരിക്കും. പശുക്കളെ കൊണ്ടുപോകാൻ, കാട്ടിലേക്ക് മേയ്ക്കാൻ കൊണ്ടുപോകാൻ ഉള്ള ഒരു പ്രൊമോഷൻ കിട്ടുന്ന ഒരു ആഘോഷമാണ്, ആ ദിവസമാണ് ഗോപാഷ്ടമി. അപ്പോൾ ഗോപാഷ്ടമിയും ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. ഗോപാഷ്ടമിയെ സംബന്ധിച്ച് മനോഹരമായിട്ടുള്ള ലീലയുണ്ട്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അത് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ ഗോവർദ്ധന പൂജ വരുന്നു. അങ്ങനെ ഒരുപാട് കൃഷ്ണൻ്റെ ലീലകൾ നടന്നിട്ടുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യലാണ്. നമ്മൾ എന്തുകൊണ്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നു കാർത്തിക മാസം ദാമോദര മാസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, കൂടെ തന്നെ ഒരുപാട് മധുരമായിട്ടുള്ള ലീലകൾ നടന്നിട്ടുള്ള മാസം കൂടി ആയതുകൊണ്ട് നമ്മുടെ ഭക്തരുടെ ഹൃദയത്തിൽ, വൈഷ്ണവരുടെ ഒരു ഹൃദയത്തിൽ ഒരുപാട് സ്മരണ വരുന്ന സമയമാണ്. കൃഷ്ണൻ്റെ ഒരുപാട് ലീലകൾ നടന്നിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു. ഈ ഒരു ശീലപ്രഭുപാദൻ്റെ മഹാകൃപ കൊണ്ട് നമുക്ക് ഇതെല്ലാം കേൾക്കുവാനും അല്ലെങ്കിൽ ഇതെല്ലാം ആസ്വദിക്കുവാനുമുള്ള ഒരു മഹാസൗഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നു. ജന്മാന്തരേ കൃതം പുണ്യം തഥാ ഭാഗവതം ലഭേത്. പുരാണങ്ങൾ പറയുന്നു ജന്മാന്തരേ കൃതം പുണ്യം. ജന്മജന്മാന്തരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജന്മം, മനുഷ്യജന്മം കിട്ടുവാൻ തന്നെ നമ്മൾ കഴിഞ്ഞ ഭാഗവത പ്രവാഹം ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ സുദുർലഭമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യജന്മം കിട്ടിയതിന് ശേഷം ഇനി ഭാഗവതം കേൾക്കുവാൻ, ശ്രീമദ് ഭാഗവതം ശ്രവിക്കുവാൻ, പഠിക്കുവാൻ ഉള്ള ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ജന്മജന്മാന്തരേ കൃതം പുണ്യം. ഒരുപാട് ഭക്തിയുത അല്ലെങ്കിൽ ഒരുപാട് സ്പിരിച്വൽ പുണ്യം, അല്ലെങ്കിൽ ഒരുപാട് ആത്മീയ പുണ്യം, ആധ്യാത്മിക പുണ്യം നമുക്കുണ്ടെങ്കിലേ ഭാഗവതം കേൾക്കുവാനും ഭാഗവതം ചർച്ച ചെയ്യുവാനും ഒക്കെ നമുക്ക് അവസരം കിട്ടുകയുള്ളൂ. അത്രമാത്രം സുദുർലഭമായിട്ടുള്ളൊരു സംഭവമാണ്. മനുഷ്യജന്മം കിട്ടിയതുകൊണ്ടും മുഴുവനാവുന്നില്ല. ശ്രീമദ് ഭാഗവതം കൂടെ നമ്മൾ ആസ്വദിക്കാൻ, അതും കൂടെ കേൾക്കുവാൻ ഉള്ളൊരു മഹാസൗഭാഗ്യം കിട്ടുമെന്ന് പറയുന്നത് അതിവിരളമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. ഭഗവാന്റെ കൃപ കൊണ്ട്, വൈഷ്ണവരുടെ കൃപ കൊണ്ട് ക്ഷമിക്കണം.
ഹരേ കൃഷ്ണ. വൈഷ്ണവരുടെ കൃപ കൊണ്ട്, ഭഗവാന്റെ മഹാകൃപ കൊണ്ട് നമുക്ക് അതിനുള്ളൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു അവസരം നമ്മൾ പാഴാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഒരുപാട് ലീലകൾ നടന്നു, നമ്മൾ പറഞ്ഞു. അതിൽ വെച്ച് ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മധുരമുള്ള എല്ലാ ലീലകളും മധുരമുള്ളതാണ്. എന്നാൽ അതിൽ ഒരുപാട് ഭക്തരുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു ലീലയാണ് ദാമോദര ലീല. ദാമോദര ലീല ഒരുപാട് ഫേമസ് ആണ്. കൃഷ്ണൻ എങ്ങനെ ദാമോദരൻ എന്നുള്ള പേര് കിട്ടുന്നു? ദാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. അതിൽ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ കയർ എന്നുള്ളൊരർത്ഥമുണ്ട്. ഉദരം എന്ന് പറഞ്ഞാൽ എന്താണ്? വയറ്. അപ്പോൾ ദാമോദരൻ എന്നുള്ള പേര് കൃഷ്ണന് വരാൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ലീല കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് കൃഷ്ണൻ്റെ വയറിൽ എന്താണ്? കയറുകൊണ്ട് കെട്ടുന്നു. ആര്? യശോദാമ്മയെ കെട്ടുന്നു. അവിടെ ആ ഒരു ലീല നടന്നിട്ടുള്ള മാസമാണ്. അതുകൊണ്ട് കൃഷ്ണന് ദാമോദരൻ എന്നുള്ള പേരും കിട്ടുന്നു. വളരെ സ്വീറ്റായിട്ടുള്ള, എന്നോട് ക്ഷമിക്കണം, എന്തോ തൊണ്ടയിൽ ഇങ്ങനെ കയറി വരുന്നു. ജലദോഷമല്ല, ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കൂ. ഓക്കെ, നിങ്ങളുടെ അനുഗ്രഹം വേണം. ഇപ്പോൾ ദാമോദര ലീല നടന്നിട്ടുള്ള മാസമാണ്. ഈ ലീല പല തവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അതിന് മാധുര്യം കൂടി വരും. കൃഷ്ണൻ്റെ ഏത് ലീല എടുത്താലും അങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെ തോന്നുവാണെങ്കിൽ, അതായത് ഈ ലീല എനിക്കറിയാം, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിൽ വല്ല പുതുമ വല്ലതും ഉണ്ടോ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആത്മീയ തലത്തിൽ നമ്മൾ പുരോഗതി നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു റിപ്പീറ്റഡ്ലി കേൾക്കുമായിരുന്നു ഭാഗവതത്തിലെ പല ലീലകളും. ഭഗവാനോട് കൂടുതൽ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ, ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ ഏത് ലീലയാണെങ്കിലും അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും 1000, 10,000, ലക്ഷക്കണക്കിന് പ്രാവശ്യവും ഇരുന്ന് കേൾക്കുവാനുള്ള ആഗ്രഹം ഒരിക്കലും പോവില്ല. കൂടുതൽ ആഗ്രഹമേ വരികയുള്ളൂ. ഇതാണ് ശരിക്കും ഒരു രുചി കിട്ടിയിട്ടുള്ള ഒരാളുടെ ലക്ഷണം. നമ്മളെപ്പോലുള്ള അധഭാഗ്യർക്ക് എങ്ങനെയാണ്? ദാമോദര ലീല എനിക്കറിയാം, ഗോവർദ്ധൻ ലീല കേട്ടിട്ടുണ്ട്, കാളിയൻ്റെ ലീല എനിക്കറിയാം, എന്തറിയാം, അങ്ങനെ നമ്മൾ വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എവിടെയും എത്തിയിട്ടേ ഇല്ല. മുന്നോട്ട് ഈ ഭക്തിമാർഗത്തിൽ കാല് വെച്ചിട്ടും പോലുമില്ല. നേരെ മറിച്ച് തദേവ രമ്യം രുചിരം നവം നവം തദേവ ശാശ്വൻ മനസ്സോ മഹോത്സവം തദേവ ശോകാർണവ ശോഷണം നൃണം യത് ഉത്തമ ശ്ലോക യശോനുഗീയതേ. തദേവ രമ്യം രുചിരം നവം നവം. ഓരോ പ്രാവശ്യം ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ നവം പുതുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായിട്ടുള്ള ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം. തദേവ രമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആകർഷണമുള്ളതാണ്. ഭഗവാന്റെ ലീലകൾ. അതുകൊണ്ട് വീണ്ടും കേൾക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു പുതുമ തോന്നും. ഒരേ ലീല വീണ്ടും കേൾക്കുമ്പോൾ പുതുമ തോന്നും. അങ്ങനെയായിരിക്കണം. അങ്ങനെയാണ് ശരിക്കും ഈ ഹരികഥ കേൾക്കാനുള്ള, കൃഷ്ണകഥ കേൾക്കാനുള്ള രുചി കിട്ടിയിട്ടുള്ള ആളുകളുടെ മനോഭാവം അങ്ങനെയായിരിക്കും. അപ്പോൾ ദാമോദര ലീല ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് വേറൊരു ആംഗിളിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. ആചാര്യന്മാർ പറയുന്നു, കൃഷ്ണൻ സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ കൃഷ്ണനും ബലരാമനും പഠിക്കുവാൻ പോകുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ 45-ാമത്തെ അധ്യായം, 45-ോ 46-ഓ അധ്യായത്തിൽ വരുന്നതാണ്. സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ അവർ രണ്ടുപേരും പോകുന്നു. കംസനെ നിഗ്രഹിച്ചതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവർ അവിടെ പോകുന്നു. 64 ദിവസം അവിടെ സാന്ദീപനി മുനിയുടെ കൂടെ താമസിക്കുന്നു. അവിടെ നിന്ന് അവർ രണ്ടുപേരും എല്ലാ കലകളും പഠിക്കുന്നു. അത് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. മനോഹരമാണ് എന്തൊക്കെ കൃഷ്ണൻ പഠിച്ചു എന്നുള്ളത്. കൃഷ്ണനും ബലരാമനും ശാസ്ത്രങ്ങൾ പഠിച്ചു. ഒരുപാട് കാര്യം, ശാസ്ത്രങ്ങൾ മാത്രമല്ല, നോർമലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും പഠിച്ചു. ശാസ്ത്രങ്ങൾ പഠിക്കുന്ന കാര്യം പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഒരുപാട് വേദമന്ത്രങ്ങൾ മുഴുവനും പഠിച്ചു, വേദങ്ങൾ മുഴുവൻ പഠിച്ചു. അതിനുശേഷം പിന്നെ പല കലകളും പഠിച്ചു. മ്യൂസിക് പഠിച്ചു, ഡാൻസ് കളിക്കാൻ പഠിക്കുന്നു, തുന്നാൻ പഠിക്കുന്നു, കോലം വരയ്ക്കാൻ പഠിക്കുന്നു.
എന്തൊക്കെയോ പറയുന്നത് അവിടെ എല്ലാം പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അങ്ങനെ ഇതെല്ലാം 64 ദിവസം കൊണ്ട് അവർ പഠിച്ചെടുക്കുന്നു. അതിൽ പെർഫെക്ഷനും. കൃഷ്ണനും ബലരാമനും അവർ സാധാരണ കുട്ടികളല്ല, ഭഗവാനാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാം ഇത് അറിയാം. പക്ഷെ എന്നാലും നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്ക് പാഠമാണ്, പഠിപ്പിച്ചു തരുന്നു എങ്ങനെയായിരിക്കണം, നമുക്ക് ഗുരുവിൻ്റെ ആശ്രയം വേണം എന്നുള്ളത് ഇതിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ നിന്ന് അവർ ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഗുരുപൂർ, നമ്മുടെ ഒരു ആചാര്യം പറയുന്നു, കവി കർണപൂർ എന്ന് പറയുന്നൊരു ആചാര്യം പറയുന്നു, ഗുരുപൂർ അതായത് സാന്ദീപനി മുനിയുടെ ആശ്രമം, അവിടെ നിന്ന് മധുപൂർ അതായത് മധുരയിലേക്ക് തിരിച്ചു വരുന്നു കൃഷ്ണനും ബലരാമനും. അതിനുശേഷം അവിടെ നടക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ, രംഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. കൃഷ്ണൻ ബലരാമന് തിരിച്ചു വന്നതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയായിരുന്നു. അദ്ദേഹത്തിന് ബൃന്ദാവനത്തിൽ നിന്ന് അവർ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എപ്പോഴും ബൃന്ദാവനത്തെക്കുറിച്ച് ഓർക്കും, ബ്രജവാസികളെക്കുറിച്ച് ഓർക്കുന്നു, യശോദമയ്യെ ഓർക്കുന്നു, നന്ദമഹാരാജനെ ഓർക്കുന്നു, സുഹൃത്തുക്കളെ, കൃഷ്ണൻ്റെ കൂട്ടുകാരെ എല്ലാവരും ഓർക്കുന്നു, ഗോപികമാരെ ഓർക്കുന്നു, ശ്രീമതി രാധാറാണി, എല്ലാവരെയും പിരിഞ്ഞിരിക്കുവാണ്. കൃഷ്ണൻ്റെ ഉള്ളിൽ ആ ഒരു വിരഹവേദന ഇങ്ങനെ എല്ലാ ദിവസവും അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. മധുരയിൽ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈ ഒരു വിഷമം ഉണ്ടായിരുന്നു, അവരെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വിഷമം. സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷവും അദ്ദേഹത്തിന് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. ആ വിരഹം ആരോടും പറയാൻ പറ്റില്ല. ആർക്കെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമോ? കൃഷ്ണൻ ചിന്തിക്കുകയാണ്, വ്രജവാസികൾക്കാണെങ്കിൽ ഒരുപാട് വ്രജവാസികൾ, ഇപ്പോൾ കൃഷ്ണൻ്റെ കൂട്ടുകാർ കുറേ പേരുണ്ട്, ഗോപികമാരാണെങ്കിൽ കുറേ പേരുണ്ട്, പിന്നെ നന്ദമഹാരാജും യശോധറാണിയും അവരെ പോലെ വലിയ ഗോപസ്ത്രീകളും ഗോപന്മാരും കുറേയുണ്ട്. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർക്ക് പരസ്പരം ചർച്ച ചെയ്യാനുള്ളൊരു അവസരമുണ്ട് അവിടെ കുറേ ഭക്തരുണ്ട്. എന്നാൽ ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല എൻ്റെ വിഷമം പറയാൻ. ഞാൻ ആരോട് പറയും? ദേവകി റാണിയോടും വസുദേവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? ഇല്ല. മധുരവാസികൾക്ക് ആർക്കെങ്കിലും അറിയോ ഞാനും വ്രജവാസികളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച്? അവർ കേട്ടിട്ടുണ്ടാവും, പക്ഷെ എൻ്റെ ഉള്ളിലുള്ള വിഷമം ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളൊരു വിഷമത്തിൽ കൃഷ്ണൻ പാവം ഇരുന്ന് കരയുവാണ്. ആ സമയത്ത് കൃഷ്ണൻ ഉടനെ തന്നെ ബലരാമൻ്റെ അടുത്ത് പോവും. ബലരാമനോട് പറയുന്നു, ബലരാമനെ കൈ പിടിച്ചുകൊണ്ട് കൃഷ്ണൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് ശരിക്കും ഒരുപാട് വിഷമമുണ്ട്, വ്രജവാസികളെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വിഷമമുണ്ട്. ബലരാമനോട് ചോദിക്കുന്നു, ഏട്ടൻ എങ്ങനെയാണ്, അങ്ങനെ തന്നെയാണോ ചോദിക്കുന്നു. ബലരാമനും പറയുന്നു, എനിക്കും ആഗ്രഹമുണ്ട്, നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും മിസ് ചെയ്യുന്നു, അച്ഛനും അമ്മയും യശോധറാണിയും നന്ദമഹാരാജനെയും നമ്മുടെ വൃന്ദാവനവും കാടുകളും പശുക്കളും എല്ലാം ശരിക്കും അവരിൽ നിന്ന് പിരിഞ്ഞിരിക്കുമ്പോൾ വേദനയുണ്ട്. ബലരാമനും പറയുന്നു. എന്നാൽ കൃഷ്ണൻ്റെ വിരഹത്തിൻ്റെ അത്ര ബലരാമനില്ല. കാര്യം ബലരാമൻ്റെ അച്ഛനും അമ്മയും അവിടെയുണ്ട്, രോഹിണി ദേവി കൂടെ തന്നെയുണ്ട്, അതേപോലെ തന്നെ വസുദേവരുമുണ്ട്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് വസുദേവരെ കാണുന്നത്. വസുദേവർ ഇപ്പോഴാണ് കാണുന്നത് ബലരാമൻ. ബലരാമൻ ഓക്കെ, എന്നാലും അദ്ദേഹം കുറച്ച് ഓക്കെയാണ്. കാര്യം അവിടെ പുതിയ സ്ഥലത്ത് ബലരാമൻ്റെ മൂഡും കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ കൃഷ്ണനാണെങ്കിൽ വ്രജവാസികളുമായിട്ട് അത്രമാത്രം അറ്റാച്ച്ഡ് ആണ്. അദ്ദേഹത്തിന് വേറെ എന്തും ഓക്കെ, പക്ഷേ വ്രജവാസികളെ പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ല. അങ്ങനെ ബലരാമൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് കൃഷ്ണൻ കരയുന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മളിവിടെ വന്നു ആക്ച്വലി കംസനെ, അതായത് അച്ഛനെയും വസുദേവരെയും ദേവകിറാണിയെയും രക്ഷിക്കാൻ വേണ്ടി നമ്മൾ വന്നു. അവരെ രക്ഷിച്ചു, കംസനെ വധിച്ചു. കംസനെ വധിച്ചതിന് ശേഷം കംസനാണെങ്കിൽ ഒരുപാട് രാജ്യത്തുള്ള ആളുകളെയൊക്കെ അവിടെ ഭഗവാൻ കൃഷ്ണൻ്റെ ഭക്തരെ എല്ലാവരെയും പിടിച്ച് അവിടെ ജയിലിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. വസുദേവരും ദേവികറാണി മാത്രമല്ല, അതേപോലെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നല്ല നല്ല ആൾക്കാരെ പിടിച്ച് കംസൻ ദുഷ്ടനാണ്, അല്ലെ, അസുരനാണ്. അദ്ദേഹം പലതും ചെയ്യും. ഒരുപാട് ആളുകൾ അദ്ദേഹം അവിടെ ജയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കംസൻ മരിച്ചതിന് ശേഷം എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. കൃഷ്ണൻ പറയുവാണ്, എല്ലാവരും തിരിച്ചുപോയി, എല്ലാവരും അവരവരുടെ നാട്ടിലേക്കും രാജ്യത്തേക്കും വീട്ടിലേക്കും തിരിച്ചുപോയി, ഞാൻ മാത്രം ഇവിടെ ആയിപ്പോയി. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ബൃന്ദാവനത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യുക?
ബലരാമനോട് പറഞ്ഞു, ഏട്ടൻ ഒരു വഴി പറഞ്ഞു തരൂ, എന്ത് ചെയ്യാൻ സാധിക്കും? ബലരാമൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ വിഷമം നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വസുദേവരും ദേവകിറാണിയും ആണെങ്കിൽ ഒരുപാട് കാലങ്ങൾ നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് നമ്മളെ കാണാനുള്ളൊരു അവസരം കിട്ടുന്നത്. ഇപ്പോഴാണ് അവർക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് അവരുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ വിഷമിച്ച് നമുക്ക് എങ്ങനെ ഇനി ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് ബലരാമൻ ചോദിക്കുന്നു. എന്നിട്ട് ബലരാമൻ പറയുന്നു, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രോഹിണി ദേവിയോട് ചോദിക്കാം. രോഹിണി ദേവിയാണ് ഇതിൽ വെച്ച് എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ബലരാമൻ്റെ അമ്മയാണ് രോഹിണി ദേവി. കൃഷ്ണനും സ്വന്തം അമ്മയെ പോലെ തന്നെയാണ്, അത്രമാത്രം ഇഷ്ടമാണ്. രോഹിണി ദേവിയുടെ അടുത്ത് ഇവർ രണ്ടുപേരും പോവും. എന്നിട്ട് പറയും, ഇങ്ങനെ കൃഷ്ണൻ്റെ ഉള്ളിലുള്ള വിഷമമൊക്കെ രോഹിണി ദേവിയോട് പറയും. രോഹിണി ദേവി പറയും, എനിക്ക് മനസ്സിലാവും കൃഷ്ണ നിൻ്റെ വിഷമം. മാത്രമല്ല വ്രജവാസികളുടെ മനസ്സും എനിക്കറിയാം. കാര്യം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, ഞാനിതെല്ലാം കണ്ടിട്ടുള്ള ആളാണ്. എനിക്ക് ശരിക്കും മനസ്സിലാവും. വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും നിൻ്റെ വിഷമം. നിനക്ക് മാത്രമല്ല വ്രജവാസികൾക്കും ഒരുപാട് വിഷമമുണ്ട്. നിങ്ങൾ രണ്ടുപേരും, എന്നിട്ട് രോഹിണി ദേവി പറയുവാണ്, നിങ്ങൾ രണ്ടുപേരും സാന്ദീപനി മുനിയുടെ ആശ്രമത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് എല്ലാ ദിവസവും ആരെങ്കിലും ഒരാളെങ്കിലും വ്രജവാസികൾ അവിടെ വരും. 1-2 പേര് വരും എല്ലാ ദിവസവും. എന്നിട്ട് ഒരു വടിയും ആയിട്ടാണ് അവർ വരുന്നത്. ആ വടിയെടുത്ത് താഴെ അടിച്ചുകൊണ്ട് ഇങ്ങനെ കൃഷ്ണ കൃഷ്ണ, ഓ ബലരാം, ഓ കൃഷ്ണ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ്. എവിടെയാണ് കൃഷ്ണൻ? നിങ്ങളെ കാണാൻ വേണ്ടി. എല്ലാ ദിവസവും അവർ മധുര നഗരത്തിലൂടെ ഇങ്ങനെ നടന്ന് നിങ്ങളുടെ പേരും വിളിച്ച് ഇങ്ങനെ നടക്കും. അവസാനം കാണില്ല. കാര്യം നിങ്ങൾ രണ്ടുപേരും അവിടെ ഇല്ല, നിങ്ങൾ ഉജ്ജയിനിലാണ്, സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ പഠിക്കാൻ പോയിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇല്ല. അവരാണെങ്കിൽ ആരോടും ചോദിക്കുകയോ ഇല്ല. എന്നിട്ട് രോഹിണി ദേവി പറയുകയാണ്, അവരാണെങ്കിൽ ആരോടും ചോദിക്കില്ല നിങ്ങൾ എവിടെയെന്നുള്ളത്. പേര് വിളിക്കുമ്പോൾ എൻ്റെ കൃഷ്ണൻ, എൻ്റെ ബലരാമൻ പുറത്തു വരും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അത്രമാത്രം സ്നേഹമുണ്ട് എൻ്റെ കൃഷ്ണന്, എൻ്റെ ബലരാമന് എന്നോട് എന്നുള്ളൊരു ഭാവത്തിലാണ് അവർ. അതുകൊണ്ട് ആരോടും ഒന്നും ചോദിക്കുകയില്ല. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു ഉടനെ തന്നെ. അപ്പോൾ അവർ ചോദിച്ചില്ലേ ഞങ്ങൾ എവിടെ എന്നുള്ളത്? അപ്പോൾ രോഹിണി ദേവി പറഞ്ഞു, അവർ ഞങ്ങളോടൊന്നും ചോദിച്ചില്ല. എല്ലാ ദിവസവും ഒന്ന് പേര് വിളിക്കുന്നു, എന്നിട്ട് കാണാതെയാവുമ്പോൾ അവർ വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവസവും തിരിച്ചു പോകുന്നത്. അടുത്ത ദിവസം വേറെ വ്രജവാസി വരും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ അതെല്ലാം കേട്ടപ്പോൾ, ബലരാമനും കേട്ടപ്പോൾ ഒരുപാട് അവരുടെ ഉള്ളിൽ കൂടുതൽ വിഷമമായി. നമുക്ക് തോന്നുന്ന അതേപോലെ തന്നെ അവർക്കും തോന്നുന്നുണ്ട്. വ്രജവാസികൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ ഹൃദയത്തിൽ വേദന കൂടി, ആഗ്രഹം കൂടി, എനിക്ക് എങ്ങനെയെങ്കിലും വൃന്ദാവനത്തിലേക്ക് പോകണമെന്ന് രോഹിണി ദേവിയോട് പറയുവാണ്. രോഹിണി ദേവി പറയും, ശരി, എനിക്ക് നിൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. പക്ഷെ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. കാര്യം നിങ്ങൾ വന്നിട്ട് ഇത്രയേ ആയിട്ടുള്ളൂ. വസുദേവരും ദേവകി റാണിയും ഒരുപാട് സന്തോഷത്തിലാണ്. ഇനി അവരെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്കൊരു വഴി ഉണ്ടാക്കാം. രോഹിണി ദേവി പറഞ്ഞു, നമുക്ക് തൽക്കാലം നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും, കൃഷ്ണനോട് പറയുവാണ്, നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നിൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു സ്നേഹം നീ വേറെ ഒരു മെസ്സഞ്ചറിനെ, ഒരു ദൂതനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചോളൂ. എന്നിട്ട് നിനക്ക് പറയാനുള്ളതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞ് അവരോട് പോയി പറയുവാൻ വേണ്ടി, അവരോട് പോയി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ അങ്ങോട്ടേക്ക് അയക്കാം. തൽക്കാലം നമുക്കത് ചെയ്യാം. കൃഷ്ണൻ പറഞ്ഞു, ശരി, ഇപ്പോൾ തൽക്കാലം വേറെ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കത്തിൽ എഴുതാം. എന്നിട്ട്, അതായത് യശോദറാണിക്കും നന്ദമഹാരാജനും ഒരു കത്ത്, ഗോപികമാർക്ക് വേറെ, കൃഷ്ണൻ്റെ കൂട്ടുകാർക്ക് വേറെ, ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹം മുഴുവനും എഴുതി ദൂതൻ്റെ കയ്യിൽ കൊടുക്കാം. അപ്പോൾ രോഹിണി ദേവിയോട് ചോദിച്ചു കൃഷ്ണൻ, ആരെ വിടും? പക്ഷേ ആരാണ് നമുക്ക് വിടാനുള്ള ആ യോഗ്യതയുള്ള ആരാണ്? ആ സമയത്ത് രോഹിണി ദേവി പറയും, എനിക്കൊരു സജഷനുണ്ട്, നമുക്ക് ഉദ്ധവനോട് പറയാം. ഉദ്ധവനാണെങ്കിൽ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഉദ്ധവനെ കുറിച്ച് പറയാനില്ല. ഉദ്ധവൻ കുട്ടിക്കാലത്ത് ഉദ്ധവൻ ഭാഗവത്തിൽ പറയുന്നു, കുട്ടികൾ കളിക്കുന്ന പ്രായത്തിൽ ഉദ്ധവർ കളിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഉദ്ധവരുടെ കയ്യിലൊരു വിഗ്രഹം ഉണ്ടായിരുന്നു, കൃഷ്ണൻ്റെ വിഗ്രഹം, കൃഷ്ണൻ്റെ പാവ. ആ
കൃഷ്ണൻ്റെ പാവ എന്ന് പറഞ്ഞ ഒരു വിഗ്രഹം, അദ്ദേഹം അത് പൂജിക്കുമായിരുന്നു. അദ്ദേഹം ഈ ഡോള് വെച്ചിട്ടാണ്, ഈ ഒരു വിഗ്രഹം വെച്ചിട്ടാണ് കളിക്കുന്നത്. വേറെ എവിടെയും പോയില്ല. മറ്റുള്ള സാധാരണ കുട്ടികൾ കളിക്കുന്ന പോലെ പോയി കളിക്കലൊന്നുമില്ല. സദാസമയവും ഈ വിഗ്രഹത്തെ പൂജിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ മാലയിട്ട് കൊടുക്കുന്നു. ഇതാണ് ഉദ്ധവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ കൂടെയുള്ളപ്പോൾ കൃഷ്ണൻ്റെ കൂടെ ഇരിക്കും, കൃഷ്ണൻ ഇല്ലാത്ത സമയത്ത് ഈ കൃഷ്ണൻ്റെ വിഗ്രഹത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. കുട്ടിക്കാലത്തെ അങ്ങനെയാണ്. അപ്പോൾ നിന്നെ ഇത്രയും ഇഷ്ടമുള്ള വേറെ ആളില്ല. കൃഷ്ണനാണെങ്കിൽ ഉദ്ധവന് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഉദ്ധവർ. കാണാനും കൃഷ്ണനെ പോലെയാണ്, ഭാഗവതം പറയുന്നു. അപ്പോൾ ഉദ്ധവനെ നമുക്ക് വിടാം എന്ന് പറയും. കൃഷ്ണൻ പറയും ശരിയാണ്, ഉദ്ധവനാണ് യോഗ്യതയുള്ള വ്യക്തി, നമുക്ക് ഉദ്ധവനെ വിളിക്കാം. അങ്ങനെ ഈ ഒരു മെസ്സേജ് ഉദ്ധവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഉദ്ധവന് അവിടെ വരുന്നു. ഉദ്ധവ വരുമ്പോൾ കൃഷ്ണൻ ഉദ്ധവൻ്റെ കൈ പിടിച്ച് കൃഷ്ണൻ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റൂമിൽ പോയി ഉദ്ധവൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഉദ്ധവൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, കൃഷ്ണൻ ഉദ്ധവൻ്റെ കൈ പിടിക്കുന്നു, എന്നിട്ട് കൃഷ്ണൻ്റെ തൊടയിൽ ഉദ്ധവൻ്റെ കൈ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കാര്യം? അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഉദ്ധവന് എൻ്റെ ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് കൃഷ്ണൻ അറിയാം. അതുകൊണ്ട് അത്രയും പ്രിയപ്പെട്ട ഉദ്ധവനെ അടുത്ത് നിർത്തി കൃഷ്ണൻ പിന്നെ പറയുകയാണ്, സംസാരിച്ചു തുടങ്ങുവാണ്. ഉദ്ധവനോട് പറയുന്നു, ഉദ്ധവ, നിനക്കറിയോ, വൃന്ദാവനത്തിൽ ഒരുപാട് വ്രജവാസികളുണ്ട്, ഒരുപാട് ഭക്തരുണ്ട്. എനിക്ക് എല്ലാവരെയും പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വിഷമമുണ്ട്. പക്ഷേ നിനക്കറിയോ, ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നുണ്ടാവുക ഇപ്പോൾ ആരാണെന്നുള്ളത്? ഉദ്ധവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും രാധാറാണി ആയിരിക്കും. രാധാറാണി, ഓഫ് കോഴ്സ് രാധാറാണിയുടെ വിഷമമുണ്ട്. എന്നാൽ കൃഷ്ണൻ പറയുന്നു, എൻ്റെ അമ്മയാണ് യശോദാമ്മയ്യ, എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. എനിക്കാണെങ്കിൽ ഒരു ദിവസം പോലും അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാതെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അമ്മയെ ഒരുപാട് എനിക്ക് പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വേദനയുണ്ട്. അതുകൊണ്ട് നീ ആദ്യം തന്നെ എൻ്റെ അമ്മയുടെ അടുത്താണ് പോകേണ്ടത്, അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്താണ് പോകേണ്ടത്. ഉദ്ധവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. കൃഷ്ണൻ അമ്മയോടുള്ള സ്നേഹം, മാതൃഭക്ത ശിരോമണി കൃഷ്ണൻ, അദ്ദേഹം പറയുമ്പോൾ ഉദ്ധവരുടെ കണ്ണിൽ വെള്ളം വരുന്നു. കൃഷ്ണനും കരയുന്നു. രണ്ടുപേരും ആലിംഗനം ചെയ്യുന്നു, കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, സംസാരിക്കുന്നു. അങ്ങനെ കൃഷ്ണൻ ഉദ്ധവനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുവാണ്. കൃഷ്ണനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുവാണ്. എന്താണ് ആ ബാക്ക്ഗ്രൗണ്ട്? ആക്ച്വലി കൃഷ്ണൻ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് അവിടെ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുവാണ്. എന്താണ് പറയുന്നത്? ദാമോദര ലീലയാണ് പറയുന്നത്. കൃഷ്ണൻ അങ്ങനെയാണ് നമ്മളിവിടെ ദാമോദര ലീലയിലേക്ക് എത്തുവാണ്. അപ്പോൾ അവിടെ വെച്ച് കൃഷ്ണൻ പറയുവാണ് എന്ത് സംഭവിച്ചു, ദാമോദര ലീല എങ്ങനെ നടന്നു എന്നുള്ളത് കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുവാണ്. ഇതാണ് ഈ ഒരു കോണ്ടെക്സ്റ്റ്. കൃഷ്ണൻ പറയുന്നു ഉദ്ധവനോട്, എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് കംപ്ലൈൻറ്റ് കിട്ടുന്നു. ഒരുപാട് ഗോപികമാർ വന്ന് കംപ്ലൈൻറ്റ് പറയും, വീട്ടിൽ വന്ന് കക്കുന്നു, വെണ്ണ കട്ടെടുക്കുന്നു, കുറുമ്പനാണ് എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ്. കാര്യം ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ കൃഷ്ണൻ ഇതെല്ലാം ഓർത്തുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടു കൂടി കുസൃതികൾ കാണിച്ചത് ഓർത്തുകൊണ്ട് അമ്മയുടെ ശകാരം, ഗോപികമാരുടെ ശകാരം ഒക്കെ അതെല്ലാം അതിൻ്റെയൊക്കെ ഒരു മാധുര്യം ഓർത്തുകൊണ്ട് കൃഷ്ണൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് വിരഹമുണ്ട്, എന്നാൽ കൂട്ടത്തിൽ ആനന്ദമുണ്ട്. അപ്പോൾ അതെല്ലാം ഉദ്ധവനോട് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ കൃഷ്ണൻ പറയുവാണ് ഉദ്ധവനോട്, ഒരുപാട് ഗോപികമാർ വന്ന് കംപ്ലൈൻറ്റ് പറയും എന്നും എൻ്റെ അമ്മയോട്, ഞാൻ വെണ്ണ കക്കുന്നു, അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. അമ്മയ്ക്കാണെങ്കിൽ ഡെയിലി കംപ്ലൈൻറ്റ് കേട്ട് അമ്മയ്ക്കും വയ്യാതെയായി. അപ്പോൾ ഒരു ദിവസം ഒരു ഗോപി വന്ന് പറയും, അതായത് നിൻ്റെ മകൻ യശോദറാണിയോട് പറയുവാണ്, കാരണം യശോദറാണിയുടെ സമപ്രായത്തിലുള്ളവരാണ് മുതിർന്ന ഗോപികമാർ വന്ന് പറയും, നിൻ്റെ മകൻ ഒരുപാട് കുറുമ്പനാണ്, ഇത്രയും കുറുമ്പുള്ള ഒരു കുട്ടിയെ കണ്ടിട്ടേ ഇല്ല. ഞങ്ങളുടെ കുട്ടികളൊക്കെ വളരെ അനുസരണമുള്ള കുട്ടികളാണ്, അവർക്ക് ഇങ്ങനെയുള്ള കുറുമ്പൊന്നുമില്ല. നിൻ്റെ കുട്ടി വന്ന് കാണിക്കുന്ന കുറുമ്പ് കണ്ടിട്ട് അവർ കുറുമ്പ് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് വന്ന് പറയും. കുട്ടികൾ നിൻ്റെ കുട്ടി കൃഷ്ണൻ തനിയല്ല വരിക, ഒറ്റയ്ക്കൊന്നും വരില്ല, കൂടെ ഒരുപാട് കൂട്ടുകാരെ കൊണ്ടുവരും. പറ്റിയില്ലെങ്കിൽ കൂട്ടുകാരും ഉണ്ടാവും, കൂടെ കുരങ്ങന്മാരും ഉണ്ടാവും. മനുഷ്യർ മാത്രമല്ല
കുരങ്ങന്മാരെയും കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെയുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി അവിടെ എവിടെയാണോ വെണ്ണ വെച്ചിട്ടുള്ളത്, എവിടെയാണോ തൈരുള്ളത്, ഇതെല്ലാം കലമെല്ലാം പൊട്ടിച്ച് അതെല്ലാം കഴിക്കുന്നു. കഴിച്ചതിന് ശേഷം, എന്നാൽ കഴിച്ചതിന് ശേഷം മാന്യമായിട്ട് പോകുന്നുണ്ടോ? അതും ചെയ്യുന്നില്ല. എല്ലാം അവിടെ ഉടയ്ക്കുന്നു. അവിടെ ആകെ വൃത്തികേടാക്കിയിട്ടാണ് ഇവർ പോകുന്നത്. ഇങ്ങനെ കുറുമ്പ് വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ വന്നൊരു ഗോപി പറയുന്നു. അടുത്ത ദിവസം വേറെ ഒരു ഗോപി വന്ന് പറയുന്നു, എത്രമാത്രം പൊക്കത്തിൽ ഞങ്ങൾ ഈ കലങ്ങളൊക്കെ വെച്ചാലും കാര്യമില്ല, കൃഷ്ണൻ അവിടെ വന്ന് എങ്ങനെയെങ്കിലും എടുക്കും. ഇത്രയും പൊക്കത്തിൽ വെച്ചാൽ സാധാരണ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? നിന്റെ കുട്ടി കൃഷ്ണൻ സ്മാർട്ടായിട്ടുള്ള ഒരാളാണ്. കൂട്ടുകാരെയെല്ലാം നിർത്തും. എന്നിട്ട് അവരെല്ലാവരും താഴെ മുകളിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് കൃഷ്ണൻ കയറുന്നു. അപ്പോൾ അവിടെ ഏണിയൊന്നുമില്ല. ഈ സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരാളുടെ മുകളിൽ ഒരാൾ വന്ന് അങ്ങനെ അവർ ഏണിയ പോലെയാവുന്നു. കൃഷ്ണൻ ഓരോരുത്തരുടെ മുകളിലും ചവിട്ടി കയറി. കൃഷ്ണൻ്റെ സുഹൃത്തുക്കളുടെ മഹാസൗഭാഗ്യം ആലോചിച്ച് നോക്കൂ. നമോ പങ്കജനാഭായ, നമോ പങ്കജമാലിനി, നമോ പങ്കജനേത്രയ, നമസ്തേ പങ്കജാംഗരയെ. ആ കൃഷ്ണൻ്റെ താമര പോലുള്ള തൃപ്പാദങ്ങൾ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ ചാടി അവരുടെ മുകളിൽ ചാടി കയറി, അല്ലെങ്കിൽ പിടിച്ച് കയറി അങ്ങനെ വെണ്ണ കട്ടെടുക്കുന്നു. നമ്മൾ കുറേ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതെല്ലാം വന്ന് ഗോപികമാർ കംപ്ലൈൻറ്റ് പറയുവാണ്. മാത്രമല്ല, ഇനി അത് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഹൈറ്റ് അത്രയും കൂടുതലാണെങ്കിൽ കൃഷ്ണൻ എന്ത് ചെയ്യും? പറയുവാണ്, ഓക്കെ, ഇങ്ങനെ ഇവരെല്ലാവരും നിൽക്കും. എന്നിട്ട് കുരങ്ങന്മാരോട് പറയും, നിങ്ങൾ കയറിയെടുക്കൂ. എന്നിട്ട് കുരങ്ങന്മാരെ മുകളിലേക്ക്, കുരങ്ങന്മാർ ചാടിക്കയറും ഇവരുടെ മുകളിലേക്ക്. ആ കുരങ്ങന്മാരുടെ ഭാഗ്യം ആലോചിച്ച് നോക്കൂ. കൃഷ്ണനും ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. മുകളിലൂടെ കുരങ്ങൻ പോകുന്നു. കുരങ്ങൻ കലമെടുത്ത് കൊടുക്കുന്നു കൃഷ്ണന്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കുസൃതികളും ചെയ്യുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ കുട്ടിയെ ഇങ്ങനെ തുറന്നു വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒരു ഗോപി വന്ന് പറഞ്ഞു. ഒരാൾ വരുമ്പോൾ കൂടെ കുറേ പേരുണ്ടാവും. ഇവരെല്ലാവരും ശരിയാണ്, ഇതൊന്നുമല്ല, ഇതിനും അപ്പുറത്ത് കുറുമ്പുണ്ട്. ഒരാൾ വന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഗോപികമാരുണ്ടാവും. മാത്രമല്ല, ഒരാൾ പറഞ്ഞ് നിർത്തുമ്പോഴേക്കും അടുത്ത ആൾ തുടങ്ങും, ഇത്രയല്ല, ഇതിനും കൂടുതൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അടുത്ത ആൾ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട്, അതായത് എന്നും വരും, എന്നിട്ട് ഇതൊക്കെ കാണിക്കും, വെണ്ണയെല്ലാം എടുക്കും, അവരെല്ലാം കഴിക്കും. കഴിച്ചതിന് ശേഷം കുരങ്ങന്മാർക്ക് എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും കൊടുത്ത് അവരെല്ലാവരും കഴിക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയും, എന്ത് വെണ്ണയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് വെണ്ണ ഉണ്ടാക്കാൻ പോലും അറിയില്ല. കുറച്ച് നല്ല വെണ്ണ ഉണ്ടാക്കിക്കൂടെ? ആർക്ക് വേണം നിങ്ങളുടെ വെണ്ണ? കംപ്ലൈൻറ്റ് പറയും. എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വയറ് നിറയുമ്പോൾ സാധാരണ നമുക്ക് തോന്നുന്ന പോലെ ഒരു 10 ഗുലാബ് ജാമുൻ അല്ലെങ്കിൽ 15 ഗുലാബ് ജാമുൻ അടുപ്പിച്ച് കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കൂ. ഗുലാബ് ജാമുൻ ഇഷ്ടമുള്ളവർക്ക് 1-2 എണ്ണം കഴിക്കാം, മാക്സിമം 3 എണ്ണം. അതിനപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ഇവർ നല്ല സ്വാദുള്ള വെണ്ണ കഴിച്ച് അവസാനം അവർക്ക് മതിയാവും, കൃഷ്ണനും മതിയാവും, കൂട്ടുകാർക്ക് മതിയാവും. കുരങ്ങന്മാർക്ക് കൊടുക്കുമ്പോൾ അവരും പറയും, കൃഷ്ണ മതി, നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും തരാനില്ലേ? എല്ലാ ദിവസവും വെണ്ണ തന്നെയാണ്, വെറൈറ്റി ഒന്നുമില്ലേ? വെണ്ണ കഴിച്ച് മതിയായി ഞങ്ങൾക്ക്. കൃഷ്ണൻ പറയും, നോക്കൂ, ഈ കുരങ്ങന്മാർക്ക് പോലും താല്പര്യമില്ല നിൻ്റെ വെണ്ണ, അത്രമാത്രം മോശമാണ്. കുറച്ച് നല്ല ക്വാളിറ്റി വെണ്ണ ഉണ്ടാക്കിക്കൂടെ? കുരങ്ങന്മാർ പോലും കഴിക്കുന്നില്ല, പിന്നെയാണ് മനുഷ്യർ കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയും നിൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് ഒരു ഗോപി പറയുവാണ്. വേറൊരാൾ വന്ന് പറഞ്ഞു ആ സമയത്ത്, ഇത് മാത്രമല്ല, നിൻ്റെ കുട്ടി കൃഷ്ണൻ ഒരുപാട് സാധാരണ കുട്ടികളെ പോലെയൊന്നുമല്ല, കുറുമ്പിൻ്റെ അങ്ങേയറ്റമാണ്. മാത്രമല്ല ബുദ്ധിശാലിയാണ്, ഭയങ്കര സ്മാർട്ടാണ് ആള്. ഞാൻ പലപ്പോഴും വീട്ടിൽ നിന്ന് പോകും, എനിക്കറിയാം, ഞാനിത് കേൾക്കുന്നുണ്ട്, ഇവരുടെ എല്ലാവരുടെ വീട്ടിലും പോയി വെണ്ണ കക്കുന്നത് ഞാൻ അറിയുന്നതുകൊണ്ട് ഒരു ദിവസം ഞാൻ എൻ്റെ ഭർത്താവിനെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് വീട്ടിലേക്ക് ഈ കുട്ടികൾ കയറുന്നുണ്ടെങ്കിൽ തടയാൻ വേണ്ടി വീടിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ച് നിർത്തി. ഒരു വടിയും കൊടുത്ത് എൻ്റെ ഭർത്താവ് അവിടെ നിൽക്കുവാണ്, കൃഷ്ണനും കൂട്ടുകാരും വരുന്നുണ്ടെങ്കിൽ തടയാൻ വേണ്ടി. പക്ഷെ എന്ത് സംഭവിച്ചു? നിൻ്റെ കുട്ടി യശോദറാണിയോട് പറയുകയാണ്, നിൻ്റെ മകൻ ആള് സ്മാർട്ടാണ്, ഒരുപാട് സ്മാർട്ടാണ്. അവിടെ വന്ന് ചിരിച്ചുകൊണ്ട് മന്ദസ്മിതത്തോടു കൂടി അവിടെ നിൽക്കുന്ന എൻ്റെ ഭർത്താവിനോട് ഒന്ന് ചിരിച്ചുകൊണ്ട് ബാബ എന്ന് വിളിക്കുകയുള്ളൂ, അത്ര മാത്രമേ ചെയ്യുള്ളൂ. എന്ത് സംഭവിക്കുന്നു? അദ്ദേഹം കയ്യിലുള്ള വടി താഴെ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വടി താഴെ പോകുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു,
കൃഷ്ണനെ നോക്കി ചിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് സ്ഥലകാല ബോധമില്ലാതെയാവുന്നു. അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു സ്റ്റണ്ടായിട്ട്. ആ സമയത്ത് കൃഷ്ണനും കൂട്ടുകാരും അകത്തോട്ട് പോകുന്നു. ചിലപ്പോൾ അദ്ദേഹം തന്നെ കാണിച്ചു കൊടുക്കും, കൃഷ്ണ ഈ റൂമിലല്ല, ആ മൂന്നാമത്തെ റൂമിലാണ് ഉള്ളത്, അവിടെ പോയി എടുത്ത് കഴിച്ചിട്ട് പൊക്കോളൂ. അത്രയും നേരം വടി പിടിച്ച് തടയാൻ വേണ്ടി നിൽക്കുന്ന ആൾ എല്ലാം മറക്കുന്നു. നിൻ്റെ മകൻ ഒരുപാട് അപാര ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് വേറൊരു ഗോപി പറയുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നു, കംപ്ലൈൻറ്റ് വന്ന് പറയുവാണ്. അങ്ങനെ യശോദറാണി തീരുമാനിക്കുകയാണ്, ഇത്രയും കംപ്ലൈൻറ്റ് എനിക്ക് കിട്ടുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യണം. ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് യശോദറാണി ചിന്തിക്കുകയാണ്, ഇനി ഇവൻ പുറത്തു പോയിട്ട് വെണ്ണ കക്കാൻ ഉള്ള അവസരം ഉണ്ടാവരുത്, ഞാനിവിടെ വെണ്ണ കൊടുക്കുന്നില്ലാത്തതുകൊണ്ടാണോ ഇനി. പക്ഷേ യശോദറാണി ചിന്തിക്കുകയാണ്, 9 ലക്ഷം പശുക്കളുണ്ട്, ഇത്രയും പശുക്കളുണ്ടായിട്ട് ഇത്രയും വെണ്ണയുണ്ട് വീട്ടിൽ, ഇതെല്ലാം ഉണ്ടായിട്ടും എൻ്റെ കുട്ടി എന്തുകൊണ്ട് വേറെ വീട്ടിലേക്ക് പോകുന്നു? അതുകൊണ്ട് മേ ബി അവനെ എൻ്റെ ഇവിടെയുള്ള വെണ്ണ ഇഷ്ടപ്പെടുന്നില്ല. കാര്യം യശോദറാണി മാത്രമല്ല, ഒരുപാട് സഹായിക്കാൻ ഒരുപാട് സ്ത്രീകൾ വീട്ടിലുണ്ട് യശോദറാണിയെ സഹായിക്കാൻ. അപ്പം അവരൊക്കെ എല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ് വെണ്ണ ഉണ്ടാക്കുന്നത്. യശോദറാണിക്കാണെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യശോദറാണി പറയുന്നു, ഇനി ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കാത്തത് കൊണ്ടാണോ ഇവൻ അവിടെ ഇവിടെയൊക്കെ പോയി കഴിക്കുന്നത്? അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു, ഇന്നല്ല നാളെ ഞാൻ എൻ്റെ കൈകൊണ്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള വെണ്ണ കടയാൻ പോകുന്നു എന്ന് യശോദറാണി ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ദാമോദർ ലീല നടക്കുന്നതിൻ്റെ തലേ ദിവസം ആണ് യശോദറാണി ഈ ഒരു തീരുമാനം എടുക്കുന്നത്. യശോദറാണി പറയുന്നു, അടുത്ത ദിവസം കാലത്ത് നേരത്തെ ഞാൻ എഴുന്നേൽക്കും, ഏറ്റവും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കും, എന്നിട്ട് ഞാൻ വെണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ യശോദറാണി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്തു വെക്കുകയാണ്. അങ്ങനെ കൃഷ്ണനെ കിടത്തി ഉറക്കുന്നു. തലേ ദിവസം കൃഷ്ണൻ്റെ കൂടെ അമ്മ കിടക്കുന്നു. അപ്പോൾ പറയുന്നു നമ്മുടെ ആചാര്യന്മാർ, കൃഷ്ണൻ കിടക്കുന്ന സമയത്തും യശോദറാണി ആഭരണങ്ങളും ഒന്നും മാറ്റില്ല. കമ്മലുണ്ടാവും, കഴുത്തിൽ മാലയുണ്ടാവും കൃഷ്ണൻ്റെ, ഇതെല്ലാം അങ്ങനെ തന്നെ വെക്കും. കൃഷ്ണനെ എപ്പോഴും ഫുൾ ഡെക്കറേറ്റഡ് ആയിട്ട് കാണാനാണ് യശോദറാണിക്ക് ഇഷ്ടം. അപ്പോൾ പാദസരവും വളകളും തളയും മാലകളും ഒക്കെ കൃഷ്ണൻ്റെ ചെവിയിലും കമ്മലും എല്ലാം ഉണ്ടാവും അതേപോലെ തന്നെ. അങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് നമ്മുടെ ബാൽഗോപാൽ. നമ്മുടെ ഗോപാൽ കിടന്നുറങ്ങുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഈ ദിവസം എന്ത് സംഭവിക്കുന്നു? യശോദറാണി കാലത്ത് നേരത്തെ തന്നെ എഴുന്നേൽക്കുന്നു. ബാൽഗോപാലാണെങ്കിൽ കിടന്നുറങ്ങുവാണ്. ഗോപാൽ ഉറങ്ങുന്നു. ഗോപാൽ കുട്ടിയല്ലേ, ഗോപാൽ അത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. അമ്മയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വെണ്ണ കടയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് പറയുന്നു ഭാഗവതത്തിൽ, യശോദറാണി അന്ന് വെണ്ണ കടയാൻ വേണ്ടി വളരെ സ്പെഷ്യലായിട്ടുള്ള പശുക്കളിൽ നിന്നുള്ള പാലിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള വെണ്ണയാണ് അല്ലെങ്കിൽ പാലിൽ നിന്നുള്ള തൈരാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കടയാൻ വേണ്ടി. അതേപോലെ തന്നെ അതിനെ പത്മഗന്ധ എന്ന് പറയും. പത്മഗന്ധ പശുക്കളുണ്ട്. 9 ലക്ഷം പശുക്കളുണ്ട് യശോദ നന്ദ മഹാരാജന്. ഈ 9 ലക്ഷം പശുക്കളിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള 9 പശുക്കളുണ്ട്. 9 ലക്ഷത്തിൽ 9 എന്താണെന്ന് വെച്ചാൽ ഈ പശുക്കൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. അവരുടെ പാലിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. പത്മഗന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയുടെ ഫ്ലേവറുള്ള, നാച്ചുറൽ താമര ഫ്ലേവറുള്ള പാല്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഫ്ലേവേർഡ് മിൽക്ക് കിട്ടും, സ്ട്രോബെറിയുടെ, മാംഗോ ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പൊടി ആഡ് ചെയ്യുന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും. നാച്ചുറൽ അല്ല, ഇത് നാച്ചുറലായിട്ട് പശുക്കളുടെ പാല് വരുമ്പോൾ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും താമരയുടെ ഫ്ലേവറുള്ള, അതാണ് പത്മഗന്ധ. വളരെ സ്പെഷ്യൽ, വളരെ വളരെ സ്പെഷ്യൽ. അപ്പോൾ ആ പശുക്കളുടെ പാലാണ് കൃഷ്ണന് വേണ്ടി സ്വീറ്റ്സ് ഉണ്ടാക്കാനും കുറച്ച് മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാനും യശോദറാണിക്കുണ്ട്. കൂട്ടത്തിൽ വെണ്ണ കടയുന്നു. 2 കാര്യങ്ങളാണ് നടക്കുന്നത് ഒരേ സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസം യശോദറാണി പറഞ്ഞു ആരോടും, അതായത് അദ്ദേഹത്തിൻ്റെ സഹായത്തിനുള്ള സ്ത്രീകളോടൊക്കെ പറഞ്ഞു, ഇന്ന് നിങ്ങളെല്ലാവരും റെസ്റ്റ് ചെയ്തോളൂ, ഇന്ന് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. കാര്യം എൻ്റെ ബാൽഗോപാൽ അവിടെ ഇവിടെ പോയി വെണ്ണ കട്ട് കഴിക്കുന്നു, അതുകൊണ്ട് ഇന്ന് ഞാനാണ് എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും റെസ്റ്റ് ചെയ്തോളൂ. അവർക്കെല്ലാവർക്കും റെസ്റ്റ് കൊടുത്ത ദിവസമാണ്. അങ്ങനെ യശോദറാണി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വെണ്ണ കടയാൻ വേണ്ടി ഇരിക്കുന്നേക്കാൾ മുമ്പ് യശോദറാണി പോയി അടുപ്പത്ത് ഈ പത്മഗന്ധ പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നു.
അത് വെച്ചതിന് ശേഷം യശോദറാണി ഇവിടെ വന്ന് പിന്നെ വേറെ അടുക്കളയിൽ നിന്ന് വന്ന് പുറത്ത് പൂമുഖത്തിൽ ഇരുന്ന് വെണ്ണ കടയാനിരിക്കുവാണ്. വെണ്ണ കടയാൻ ഇരിക്കുന്നതിനേക്കാൾ മുമ്പ് ശ്രീമദ് ഭാഗവതം പറയുന്നു, യശോദറാണി വളരെ ഭംഗിയുള്ള ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല എന്താ പറയുക, കുങ്കുമ നിറത്തിലുള്ള സാരിയാണ് ഉടുത്തിട്ടുള്ളത്. അതേപോലെ ആഭരണങ്ങളുണ്ട്, ചെവിയിൽ കുണ്ടലമുണ്ട്, അതായത് കമ്മലുണ്ട്, വലിയ കമ്മലുണ്ട്, പിന്നെ മറ്റുള്ള വളയും പാദസരം ഇട്ടിട്ടുണ്ട്, കയ്യിൽ ഒരുപാട് വളയുണ്ട്, അരയിൽ അരഞ്ഞാണം പോലെ, അതായത് സാരിയുടെ മുകളിൽ കിട്ടുന്ന ആ ഒരു ആഭരണം, അങ്ങനെ ആഭൂഷണമായി വളരെ ഭംഗിയായിട്ട് സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. ഭാഗവതം പറയുന്നു, തലയിൽ ഒരുപാട് പൂക്കൾ, ഫ്രഷായിട്ടുള്ള പൂ ചൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് യശോദറാണി ഇരിക്കുന്നത്. അങ്ങനെ വെണ്ണ കടയാൻ വേണ്ടി റെഡിയായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് പാലുണ്ട് അടുപ്പത്ത്, ഇവിടെ വെണ്ണ കടയാൻ വേണ്ടി ഇരിക്കുന്നു. ആ സമയത്ത് ഭാഗവതം പറയുന്നു, ശുകദേവ് ഗോസ്വാമി പറയുന്നു, യശോദറാണി കൃഷ്ണൻ്റെ ലീലകളൊക്കെ, കൃഷ്ണൻ അതുവരെ ചെയ്തിട്ടുള്ള കുറുമ്പുകളും ഒരുപാട് കംപ്ലൈൻറ്റുകളും, ഈ ഗോപികമാർ വന്ന് പറയുന്ന കംപ്ലയിൻസും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പൂതന ലീല നടന്നിട്ടുണ്ട്, തൃണാവർത്ത ലീല, ശക്കടാസുരൻ ലീല, ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഓർത്തുകൊണ്ട് യശോദറാണി സ്വന്തം ഭാഷയിൽ ഓരോ കവിത പോലെ കീർത്തനം ചൊല്ലുവാണ്, കൃഷ്ണൻ്റെ ലീലകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട്. ഏകതാഗൃഹദാദീഷു യശോദാനന്ദഗേഹിനി കർമാന്തരാനി യുക്താസു നിർമ്മമന്ത സ്വയം ധതി യാനി യാനി ഗീതാനി യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ധതി നിർമന്തനെ കാലേ സ്മരന്തി താനി ആഗ്യതഃ. പറയുന്നു, യശോദ നന്ദഗേഹിനി, നന്ദഗോപൻ്റെ ഭാര്യ യശോദ അന്ന് എന്താണ്, നിർമ്മമന്ത സ്വയം ധതി, അതായത് അന്ന് സ്വന്തമായിട്ട് തീരുമാനിക്കുവാണ്, ഞാൻ ഇന്ന് വെണ്ണ കടയും എൻ്റെ ബാൽഗോപാലിന് വേണ്ടി. അപ്പോൾ അത് നടക്കുന്ന സമയമാണ്. യാനി യാനി ഗീതാനി യാനി യാനീഹ ഗീതാനി, അതായത് യശോദറാണി അത് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, വെണ്ണ കടയുന്ന സമയത്ത് യാനി യാനീഹ ഗീതാനി, അതായത് തദ് ബാലചരിതാനിച്ച, കൃഷ്ണൻ്റെ ബാലചരിതങ്ങൾ, കൃഷ്ണൻ്റെ ലീലകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഗീതാനി പാടിക്കൊണ്ടിരിക്കുകയാണ്. ദതി നിർബന്ധനെ കാലെ, അതായത് വെണ്ണ കടയുന്ന കാലത്ത് സ്മരന്തി താനി അഗായത, അങ്ങനെ കൃഷ്ണൻ്റെ ലീലകൾ ഓർത്തുകൊണ്ട് മനോഹരമായിട്ടുള്ള കവിതയെല്ലാം ആ സമയത്ത് അത് എഴുതി വെച്ചിട്ട്, തലേ ദിവസം എഴുതി വെച്ചിട്ട് അത് ചൊല്ലുകയല്ല ചെയ്യുന്നത്, ഹൃദയത്തിൽ, യശോദറാണിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ലീലകളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള കവിതകൾ. അപ്പോൾ ആ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട്, കൃഷ്ണൻ്റെ ആ ലീലകളൊക്കെ സ്മരിച്ചുകൊണ്ട് യശോദറാണി മതിമറന്ന് അങ്ങനെ വെണ്ണ കടയാൻ വേണ്ടി അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ബാൽഗോപാൽ ഇത് കേൾക്കുന്നു, യശോദറാണിയുടെ ഈ ഗാനങ്ങൾ കേൾക്കുന്നു. ബാൽഗോപാൽ കിടന്നുറങ്ങുവാണ്. തലേദിവസം കളിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് ക്ഷീണിച്ച് കിടക്കുവാണ്. തലേദിവസം അമ്മയുടെ കഥയെല്ലാം കേട്ടിട്ട് കൃഷ്ണൻ എന്നും അമ്മയിൽ നിന്ന് കഥ കേൾക്കും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ കഥ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ കുട്ടിക്കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്തും ഉണ്ടായിരുന്നു, മുത്തശ്ശി കഥ പറഞ്ഞു തരാറുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ബിസിയാണ്, സീരിയൽ കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സിനിമ കണ്ടിരിക്കുന്നു, സമയമില്ല. മുത്തശ്ശിമാർക്ക് സമയമില്ല സീരിയൽ കഴിഞ്ഞിട്ട്, കുട്ടികൾക്കാണെങ്കിൽ താല്പര്യമില്ല, വീഡിയോ ഗെയിമും മറ്റുള്ള കാര്യങ്ങളൊക്കെ കളിച്ച് അവരുടെ തലയും വേറെ ദിശയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് കഥ കേൾക്കാനുള്ള സമയം, ആർക്കാണ് കഥ കേൾക്കാനുള്ള ആഗ്രഹം, ആർക്കാണ് കഥകൾ പറയാനുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ചെയ്യുന്നത്? ആരുമില്ല. അങ്ങനെ ഒരു നിർഭാഗ്യമായിട്ടുള്ള സമയമാണിപ്പോൾ. എന്നാൽ വേദിക് ഒരു സിസ്റ്റം അനുസരിച്ച് ഇങ്ങനെയായിരുന്നില്ല. കുട്ടികൾ, വീട്ടിലെല്ലാവരും എപ്പോഴും കൃഷ്ണനും, അവിടെ ചർച്ചകൾ നടക്കുന്നത് പുരാണങ്ങളിൽ നിന്നുള്ള കഥകളൊക്കെ ആയിരിക്കും. എല്ലാ ദിവസവും സമയത്ത് ദീപം തെളിച്ചുകൊണ്ട് മഹാഭാരതം അല്ലെങ്കിൽ രാമായണം, ശ്രീമദ് ഭാഗവതമൊക്കെ വായിക്കുന്നു, ഭഗവത്ഗീത വായിക്കുന്നു, രാമായണം വായിക്കുന്നു. ഇതൊക്കെ പതിവുണ്ടായിരുന്നു, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെയൊരു ധർമ്മം, ഇങ്ങനെയൊരു കാര്യം ഫോളോ ചെയ്യുന്നതായിരുന്നു നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നൊരു സിസ്റ്റമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല.
ആ സമയത്ത് സന്ധ്യാസമയത്ത് വിളക്ക് പോലും കൊളുത്താൻ ആളുകൾക്ക് സമയമില്ല. ആളുകൾ ടി വിയുടെ മുമ്പിലാണ്, സീരിയലും സിനിമയും കണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര അധപതിച്ചു പോയി നമ്മളെ ഓരോരുത്തരും, എത്ര അധപതിച്ചു പോയി. എവിടെയോ ഏതോ ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സംസ്കാരങ്ങളും നമ്മൾ നശിപ്പിച്ചു കളയുവാണ്. തീർച്ചയായിട്ടും ഇന്ന് പുതിയ ജനറേഷന് നഷ്ടമാണ്. അവരുടെ ജീവിതം, മനുഷ്യജന്മം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പർപ്പസ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഏതോ വേറെ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ഓർക്കാവുന്ന കാര്യങ്ങളാണ്. കൃഷ്ണനെക്കുറിച്ച് പറയുവാണെങ്കിൽ എന്തൊക്കെ പറയാനുണ്ട്, എത്ര കഥകളുണ്ട്, എത്ര ലീലകളുണ്ട്. ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്താ കുറവുകളുണ്ടോ, നമുക്ക് കുഴപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടോ? എല്ലാം ഉണ്ട്, പക്ഷേ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പുതിയ ജനറേഷൻ കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊച്ചു മക്കളുണ്ടെങ്കിൽ, കുട്ടികളുടെ കുട്ടികളോ ഉള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി, ഇപ്പോൾ മുത്തശ്ശിമാരിവിടെ ഉണ്ടെങ്കിൽ, മുമ്മമാരും മുത്തശ്ശിമാരും അച്ഛമ്മമാരും ഉണ്ടെങ്കിൽ, ഈ ഒരു കോളേജിലുണ്ടെങ്കിൽ ഓർക്കുക, എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ പേരക്കുട്ടിക്ക് ഞാൻ കുറച്ച് കഥകൾ പറഞ്ഞു കൊടുക്കും. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക. എപ്പോഴെങ്കിലും ദിവസത്തിൽ വൈകുന്നേരമോ അവർ കിടക്കുന്നതിന് മുമ്പോ എപ്പോഴെങ്കിലും കുറച്ച് സമയം കണ്ടെത്തി അവർക്ക് കൃഷ്ണൻ്റെ കഥകൾ, മനോഹരമായിട്ടുള്ള ഈ ലീലകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ആ സ്മരണയിൽ ആ കഥകൾ കേട്ടുകൊണ്ട് കുട്ടികൾ കിടന്നുറങ്ങും. ഇതിനും വലിയൊരു സൗഭാഗ്യം എന്താണ്? അങ്ങനെ കുറേ കുട്ടികൾ കൃഷ്ണനെ സ്വപ്നം പോലും കാണും. ആ നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയത്തിൽ കൃഷ്ണൻ്റെ സ്മരണ വന്നു കഴിഞ്ഞാൽ അതാണ് സ്വപ്നം കാണാൻ പോകുന്നത്. ഇന്നത്തെ കാലത്ത് കണ്ട് വീഡിയോ ഒന്നും പറയണ്ട, കാർട്ടൂണും വീഡിയോസും കണ്ട് ഉറക്കത്തിൽ കുട്ടികൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഗെയിം കളിച്ച് വലത്തോട്ട് പോകും, ഇടത്തോട്ട് പോകും, മുന്നോട്ട് പോകും, കിക്ക് ഹിം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ. പണ്ടത്തെ കുട്ടികൾ അങ്ങനെയല്ല. കൃഷ്ണനെക്കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടാണ്, ശ്രീരാമൻ്റെ കൃഷ്ണൻ്റെ ലീലകൾ കേട്ടിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത്. അവരുടെ സ്മരണ അതായിരിക്കും. അപ്പോൾ തലേദിവസം എല്ലാ ദിവസവും കൃഷ്ണൻ കഥകൾ കേൾക്കും അമ്മയിൽ നിന്ന്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ ആ സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു. എന്ത് കഥയാണ് കൃഷ്ണൻ കേൾക്കുക, അത് വലിയ കാര്യം, അതൊരു ചർച്ചാ വിഷയമാണ് അല്ലേ. ഓക്കെ, നമ്മൾ കൃഷ്ണൻ്റെ ലീലകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ കേൾക്കാനുള്ള അവസരമുണ്ട്. കൃഷ്ണൻ എന്തായിരിക്കും കേൾക്കുന്നുണ്ടാവുക? അപ്പോൾ യശോദറാണി എന്ത് കഥയാണ് പറയുന്നത്? കൃഷ്ണനെക്കുറിച്ചുള്ള കഥ തന്നെ പറഞ്ഞു കൊടുക്കും. പക്ഷേ കൃഷ്ണാവതാരമല്ല. കാരണം യശോദറാണിയുടെ ഹൃദയത്തിൽ കൃഷ്ണൻ ഭഗവാനല്ല, എൻ്റെ മകനാണ്. അല്ലാണ്ട് ഭഗവാൻ വിഷ്ണു വേറെ. വിഷ്ണു പറഞ്ഞയച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ എന്തൊക്കെയോ ശക്തിയുണ്ട് എൻ്റെ മകനിൽ, അത്രയേ ഉള്ളൂ. കാര്യം ഗർഗാചാര്യൻ വന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് കൃഷ്ണനെ. ഗർഗാചാര്യൻ വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനാണ്. അദ്ദേഹം ജ്യോതിഷശാസ്ത്രം അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു അത്രയും വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനും ബ്രാഹ്മണനും ഒരു ആചാര്യനുമാണ് ഗർഗാചാര്യൻ. അപ്പോൾ ഗർഗാചാര്യനാണ് കൃഷ്ണൻ്റെ പേരിടാൻ വേണ്ടി വരുന്നത്. അതൊരു വേറൊരു ഡിസ്കഷൻ തന്നെയാണ്, മനോഹരമായിട്ടുള്ള ഒരു ചർച്ചയാണ്. ആക്ച്വലി ദാമോദർ ലീല നടക്കുന്നത് ഭാഗവതത്തിൽ 9ാമത്തെ ചാപ്റ്ററിലാണ്, ദശമസ്കന്ധം 9ാമത്തെ അധ്യായത്തിലാണ്. 8ാമത്തെ അധ്യായത്തിലാണ് ഗർഗാചാര്യൻ വരുന്നതും അവർക്ക് കൃഷ്ണനും ബലരാമനും പേരിട്ട് കൊടുക്കുന്നതും. അതിനുശേഷം കൃഷ്ണൻ്റെ കുറച്ച് ബാല്യലീലകളൊക്കെ ഉണ്ട് അവിടെ വരുന്നു. അപ്പോൾ അവിടെ ഗർഗാചാര്യർ പേരിടാൻ വേണ്ടി വരുന്ന സമയത്ത് കൃഷ്ണൻ്റെ ഭാവി ഭൂതം ഒക്കെ പറയുന്നുണ്ട്. കാര്യം ഇദ്ദേഹം അസ്ട്രോളജിയുടെ മെയിൻ ആളാണ്, ജ്യോതിഷശാസ്ത്രത്തിൻ്റെ മെയിൻ ആളാണ്. അപ്പോൾ കൃഷ്ണൻ ആരായിരുന്നു? ഇദ്ദേഹത്തിന് അറിയാം കൃഷ്ണൻ ഭഗവാനാണെന്നുള്ളത്. പക്ഷേ അത് നന്ദമഹാരാജനോട് യശോദറാണിയോട് പറയാൻ പറ്റുമോ? അത് പറയാനും പറ്റില്ല അല്ലേ. അവരുടെ ഉള്ളിൽ കൃഷ്ണൻ മകനാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ്ലി ഗർഗാചാര്യ പറയുന്നുണ്ട്. എന്നാൽ നന്ദമഹാരാജും യശോദറാണിയും ചിന്തിക്കുന്നത് അവരുടെ ഉള്ളിലേക്ക്, കാര്യം അവരുടെ മുമ്പിൽ യോഗമായ കർട്ടൻ ഉള്ളതുകൊണ്ട് അവർക്ക് എന്തൊക്കെ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഗർഗാചാര്യ പറയുന്നുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ചിന്തിക്കുന്നത് എൻ്റെ ബാൽഗോപാൽ അത്രയേ ഉള്ളൂ. അതാണ് അവരുടെ ഭാവം. അപ്പോൾ ആ സമയത്ത് ഗർഗാചാര്യൻ ഒരു കാര്യം പറയുന്നുണ്ട്. നാരായണ സമോ ഗുണൈ, അതായത് നന്ദമഹാരാജൻ്റെ മകൻ നാരായണ സമോ ഗുണൈ, നാരായണൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആചാര്യന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഗർഗാചാര്യ ഉദ്ദേശിക്കുന്നത് നാരായണൻ പോലും കൃഷ്ണൻ്റെ ഗുണങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നാരായണൻ ആരാണ്? കൃഷ്ണൻ്റെ
ആദിവിസ്തരണമായിട്ടുള്ള ബലരാമനിൽ നിന്ന് ചതുർവ്യൂഹം, ആ ചതുർവ്യൂഹത്തിലെ മൂലസംഘർഷണിൽ നിന്ന് വരുന്നതാണ് നാരായണൻ. ഭഗവാന്റെ വിസ്തരണത്തിൻ്റെ വിസ്തരണമാണ് നാരായണൻ, അല്ലേ? അപ്പോൾ നാരായണ സമഗുണ ആചാര്യന്മാർ പറയുന്നു, ആക്ച്വലി നാരായണൻ പോലും ആഗ്രഹിക്കുവാണ് കൃഷ്ണൻ്റെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസും ഉണ്ട്. വേണുമാധുര്യം, ലീലാമാധുര്യം, രൂപമാധുര്യം, അതേപോലെ പ്രേമമാധുര്യം, ഇതെല്ലാം. അപ്പോൾ ആ ക്വാളിറ്റീസ് നാരായണനില്ല, വിഷ്ണുവിനില്ല. അപ്പോൾ നാരായണൻ പോലും ആഗ്രഹിക്കുന്നു. നാരായണ സമഗുണമെന്ന് അവിടെ അങ്ങനെ ആചാര്യം പറയുന്നു. പക്ഷേ ഇൻഡയറക്റ്റ്ലി നന്ദമഹാരാജനോട് പറയുന്നത്, യശോദറാണിയോടും പറയുന്നത് ഗർഗാചാര്യർ ഇങ്ങനെയാണ്. എന്നാൽ നന്ദമഹാരാജ് കേൾക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കയറുന്നത് എന്താണ്? അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താണ്? നാരായണ സമഗുണ, എൻ്റെ മകന് നാരായണനെ പോലെ ഗുണങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ നാരായണൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റീസൊക്കെ കുറച്ചുള്ള, അതായത് നാരായണൻ്റെ അനുഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. കാര്യം നന്ദമഹാരാജവും യശോദറാണിക്കും ഒരു നാരായണൻ്റെ വിഗ്രഹമുണ്ട് വീട്ടിൽ. അവർ ആരാധിക്കുന്നു, എല്ലാ ദിവസവും അവിടെ ഭഗവാനെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ ആ നാരായണൻ്റെ മൂലം കാരണം ഈ മകനാണെന്ന് അറിയുന്നില്ല അവർ. അവരുടെ മകൻ നാരായണൻ്റെ മൂലകാരണമാണ്, സർവകാരണകാരണമാണ്, പരമദീവത്വം പുരുഷനാണ്. അവർക്കതറിയില്ല. അവരുടെ മുമ്പിൽ യോഗമായ കർട്ടൻ ഇട്ടിരിക്കുന്നു. കൃഷ്ണനും ചിന്തിക്കുന്നത് എന്താണ്? കൃഷ്ണൻ എല്ലാ ഭഗവാനാണ് എന്നുള്ള ഭാവം മാറ്റിവെച്ചുകൊണ്ടാണ് യശോദറാണിയുടെയും നന്ദമഹാരാജനും പുത്രനായിട്ട് വരുന്നത്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ യോഗമായ ഭഗവാന്റെ തന്നെ ശക്തിയാണ്, ആന്തരിക ശക്തി ഉപയോഗിച്ച് ഭഗവാന്റെ മുമ്പിലും ഒരു കർട്ടനുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ അറിയുന്നില്ല ഇത് ഞാൻ ഭഗവാനാണെന്നുള്ളതും അദ്ദേഹം മറന്നിരിക്കുന്നു. ഇത് ശരിക്കും എൻ്റെ അച്ഛനമ്മയാണെന്ന് കൃഷ്ണൻ വിചാരിക്കുന്നു. യശോദറാണിയുടെയും നന്ദമഹാരാജിൻ്റെ മുമ്പിലും യോഗമായയുടെ കൃഷ്ണൻ്റെ ആന്തരിക ശക്തിയുടെ കർട്ടനുണ്ട്. അവരും ചിന്തിക്കുന്നു എൻ്റെ മകനാണ്, ഭഗവാനല്ല എന്നുള്ളത്. അപ്പോൾ ഇത് നാടകമല്ല, ആക്ച്വലി നടക്കുന്നു. അതാണ് ഈ കൃഷ്ണൻ്റെ ശക്തി, ആ ആന്തരിക ശക്തിയുടെ പ്രത്യേകത. ആ ശക്തിയുടെ ഉടമസ്ഥൻ കൃഷ്ണനാണ്. എന്നാൽ ആ ശക്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഉടമസ്ഥനായിട്ടുള്ള കൃഷ്ണൻ പോലും മറന്നു പോകുന്നു ഞാൻ ഭഗവാനാണെന്നുള്ളത്. ഓഹോ ഹോ. അല്ലെങ്കിൽ ഈ ലീലകളൊക്കെ നടക്കുമോ? അല്ലെങ്കിൽ ഈ ലീലകൾക്ക് പ്രസക്തിയുണ്ടോ? കൃഷ്ണൻ ഇത് അഭിനയിക്കുകയാണെങ്കിൽ, ഇത് നാടകം ചെയ്യുവാണെങ്കിൽ ഇതിന് പ്രസക്തിയുണ്ടോ? ഇല്ല, നാടകമല്ല, റിയലായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ആ കൃഷ്ണൻ എല്ലാ ദിവസവും നമ്മുടെ ബാൽഗോപാൽ കഥ കേൾക്കും അമ്മയിൽ നിന്ന്. അമ്മ എല്ലാ ദിവസവും കഥ പറഞ്ഞു കൊടുക്കും. ഓരോ ദിവസം ഓരോ കഥകളാണ് പറയുക. സത്യയുഗത്തിൽ നടന്നിട്ടുള്ള ധ്രുവ മഹാരാജൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കും, ധ്രുവൻ്റെ കഥ പറഞ്ഞു കൊടുക്കും. കൃഷ്ണൻ വളരെ ആകാംക്ഷയോടെ ധ്രുവൻ്റെ കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് കൃഷ്ണൻ ചിരിക്കും. ഇടയിൽ കൃഷ്ണൻ ഓർമ്മ വരും, ഇത് ഞാൻ തന്നെയല്ല, എന്നെക്കുറിച്ചല്ലേ പറയുന്നത്. കാര്യം ധ്രുവൻ 6 മാസം തപസ്യ ചെയ്യുന്നു. അങ്ങനെ അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു, വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു, ധ്രുവനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് കൃഷ്ണൻ ചിരിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഉള്ളിൽ തോന്നും എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. പക്ഷേ അത് കഴിയുമ്പോൾ അത് മറക്കുകയും ചെയ്യും. ഇതാണ് യോഗമായുടെ പ്രത്യേകത. ചില സമയത്ത് പുറത്തേക്ക് വരും, ചില സമയത്ത് ഒന്നും അറിയില്ല. വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അതെല്ലാം കേട്ടിരിക്കും. അങ്ങനെ പ്രഹ്ലാദൻ്റെ കഥ പറഞ്ഞു കൊടുക്കും. എല്ലാ ദിവസവും ഓരോ ദിവസവും യശോദറാണി കഥ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എല്ലാ ദിവസവും കൃഷ്ണൻ പറയും, അമ്മ ഇന്ന് പുതിയ കഥ പറഞ്ഞു തരണം. എല്ലാ ദിവസവും അമ്മ പറഞ്ഞ കഥ തന്നെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, മുത്തശ്ശി കഥ പറയുന്ന സമയത്ത് ഞാനും പറയാറുണ്ട്, മുത്തശ്ശി ഇന്ന് പുതിയ കഥ വേണം, ഇന്ന് പുതിയ കഥ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുത്തശ്ശി പറയും പുതിയ കഥ. എല്ലാ ദിവസവും ഇതെല്ലാം പറയുന്നുണ്ട്, കൃഷ്ണൻ്റെ ലീലകളും പ്രഹ്ലാദ്, ധ്രുവ ഇതെല്ലാം പറയാറുണ്ട്. കൂട്ടത്തിൽ കൂടുതൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും പുതിയ കഥയാണെന്ന് പറഞ്ഞ് തുടങ്ങും. പക്ഷെ പറയുന്നത് പഴയ കഥ തന്നെയാണ്. പക്ഷെ നമുക്കത് എത്ര കേട്ടാലും മതിയാവില്ല, വീണ്ടും കേൾക്കും. അതേപോലെ ബാൽഗോപാൽ എന്നും ചോദിക്കും അമ്മയോട്, ഇന്ന് എനിക്ക് പുതിയ കഥ കേൾക്കണം. അപ്പോൾ അമ്മ പറയും, ശരി, ഇതുവരെ പറയാത്ത കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ബാൽഗോപാലിനോട് അമ്മ കഥ പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട് നരസിംഹദേവൻ്റെ കഥ പറയുവാണ്. പ്രഹ്ലാദൻ്റെ കഥ പറയുമ്പോൾ കൃഷ്ണൻ വളരെ ആകാംക്ഷയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യശോദറാണി പറഞ്ഞു, ഞാൻ ഇതുവരെ പറയാത്ത കഥയാണ്. കൃഷ്ണൻ ഒരുപാട് ആകാംക്ഷയായി. കിടക്കുന്ന കുട്ടിയാണ്, ഉറക്കാൻ വേണ്ടി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. കൃഷ്ണനാണെങ്കിൽ ഉറങ്ങുക എന്ന് പറഞ്ഞുള്ള പേരിന് കിടക്കും, അമ്മയുടെ മടിയിലാണ് കിടക്കുന്നത്. പക്ഷേ കഥ കേട്ട ആളാകെ എക്സൈറ്റഡ് ആവുകയാണ്. ആളെക്കുറിച്ച് തന്നെ കേൾക്കുന്നത്. അങ്ങനെ പ്രഹ്ലാദൻ്റെ കഥയെല്ലാം പ്രഹ്ലാദനെ ഉപദ്രവിച്ചതും ഹിരണ്യകശിപു ബുദ്ധിമുട്ടിച്ചതും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. കൃഷ്ണൻ ആകെ വിഷമത്തിൽ കണ്ണിലൊക്കെ വെള്ളം വരുന്നു. പ്രഹ്ലാദൻ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് തൂണ് പിളർന്ന് ഹിരണ്യകശിപു തൂണിലടിക്കുന്നു. അവിടെ നിന്ന് നരസിംഹദേവൻ
വരുന്നു എന്ന് പറഞ്ഞ് യശോദറാണി പറയുന്ന സമയത്ത് കൃഷ്ണൻ അമ്മയുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് സിംഹത്തെ പോലെ ഉറക്കെ ഗർജിക്കുന്നു. യശോദറാണി ചോദിക്കുന്നു, എന്ത് പറ്റി നിനക്ക്? അപ്പോൾ കൃഷ്ണൻ പറയുന്നു, നരസിംഹദേവൻ വന്നതാണ്. അപ്പോൾ യശോദ ചോദിക്കും, അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഈ കഥ ആദ്യമായിട്ടാണല്ലോ പറയുന്നത്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നീ ഇതെവിടുന്ന് കണ്ടു? നീ ഇവിടുന്ന് കേട്ടു? വേറെ ആരെങ്കിലും നിനക്ക് പറഞ്ഞു തന്നോ? അപ്പോൾ കൃഷ്ണൻ ഒന്നും വേണ്ടുന്നില്ല പറഞ്ഞു. വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ ഞാനിതുവരെ പറയാത്ത കഥയാണല്ലോ, നിനക്കിതെങ്ങനെ അറിയാം? കൃഷ്ണൻ പറയും, ഇത് എൻ്റെ കഥയല്ലേ, എനിക്കറിയാം. നിൻ്റെ കഥയോ? പെട്ടെന്ന് അവിടെ യോഗമായ കർട്ടൻ മാറ്റി കൃഷ്ണൻ്റെ. സത്യം പറഞ്ഞു കൃഷ്ണൻ, എൻ്റെ കഥയാണ്, എന്നെക്കുറിച്ചുള്ള കഥയാണ്, ഞാൻ നരസിംഹദേവനായിട്ട് വന്നതാണ് എന്ന്. കേശവധൃത നരഹരി രൂപ ജയ ജഗദീശ ഹരേ. ആ സമയത്ത് പക്ഷേ പെട്ടെന്ന് തന്നെ യശോദറാണി ചിന്തിക്കുകയാണ്, എൻ്റെ മകൻ എന്ത് നരസിംഹദേവനാണ്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല ബലരാമനും ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് കർട്ടൻ മാറുകയാണ്. ആ സമയത്ത് പറയും, അപ്പോൾ യശോദറാണിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ നരസിംഹദേവൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബലരാമൻ കയറി വരുന്നു. ബലരാമൻ കയറി വന്ന് ചോദിക്കുന്നു, അമ്മ എന്താണ് എന്നെ വിളിച്ചോ? നിന്നെ ആരും വിളിച്ചില്ല, നീ പോയി നിൻ്റെ അമ്മയുടെ കൂടെ കിടന്നുറങ്ങും. യശോദറാണി പറഞ്ഞു. കൃഷ്ണനാണെങ്കിൽ സന്തോഷമായി ബലരാമനെ കണ്ടപ്പോൾ. അപ്പോൾ യശോദറാണി പറയും, അപ്പോൾ ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന ബലരാമൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ നരസിംഹദേവനായിട്ട് അവതരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രനായിട്ട് ഞാൻ വന്ന സമയത്ത് ബലരാമൻ അപ്പോൾ ഉടനെ പറഞ്ഞു, ഞാൻ ലക്ഷ്മണനായിരുന്നു. അപ്പോൾ യശോദറാണി അത്രയും നേരം കൃഷ്ണനോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബലരാമൻ സൈഡിൽ നിന്ന് പറയുന്നു, ഞാൻ ലക്ഷ്മണനായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നു. ബലരാമൻ പറയാണ്, ഇപ്പോൾ അതേ രാമചന്ദ്രൻ കൃഷ്ണനായി നമ്മുടെ ലക്ഷ്മണൻ ബലരാമനായി മാറി. ബലരാമൻ പറയുകയാണ്, ഞാനിപ്പോൾ ബലരാമനാണ്, അവിടെ ഞാൻ അനിയനായിരുന്നു, ഇപ്പോൾ ഇവിടെ ഞാൻ ചേട്ടനാണ്. ഇതൊക്കെ പറയുവാണ് ഇവർ രണ്ടുപേരും. ഇത് പറയുന്ന കേട്ടിട്ട് യശോദറാണി ചിന്തിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് എന്ത് പറ്റി? ഇവർക്ക് എന്ത് പറ്റി? സ്ഥലകാലബോധം പോയോ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ടോ വിഷ്ണുവിനെ കുറിച്ച്? എന്നിട്ട് പറയൂ യശോദറാണി, അപരാധമാണ് പറയുന്നത്. നീ ഇവിടെ എൻ്റെ യശോദയുടെയും രോഹിണിയുടെയും മകനായിട്ട് ജനിച്ചിട്ടുള്ളതാണ്. നമ്മളിവിടെ വൈശ്യരാണ്, പശുക്കളെ ഗോകൃഷി വാണിജ്യമാണ് നമ്മുടെ തൊഴിൽ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഭഗവാനാണെന്നുള്ളതാണ്. എത്ര വലിയ അപരാധമാണ് ചെയ്യുന്നത്. സത്യമാണ് അവർ പറയുന്നത് അല്ലേ? പക്ഷേ യശോദറാണി ചിന്തിക്കുകയാണ്, ഇതുപോലെ അപരാധം പറയാൻ പാടില്ല. നാരായണനുമായിട്ട് നിങ്ങൾ തുല്യമാണെന്ന് പറയൂ, തെറ്റാണ്, അങ്ങനെ പറയരുത്. ബലരാമൻ പറയുന്നുണ്ട്, സത്യമാണ് ഞങ്ങൾ പറയുന്നത്, വിശ്വസിച്ചോളാം. കൃഷ്ണനും പറയുന്നുണ്ട്, ചേട്ടൻ പറയുന്നത് കറക്റ്റാണ്, സത്യമാണ് പറയുന്നത്. അവസാനം യശോദറാണി പറഞ്ഞു, ഇനി നിങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതിനു മുമ്പ് യശോദറാണി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നാരായണ, യശോദറാണിയുടെ ഇഷ്ടദേവൻ നാരായണനെ വിളിച്ചുകൊണ്ട് യശോദറാണി പറയുവാണ്, നാരായണ, നിനക്ക് അവതാരമെടുക്കാൻ എൻ്റെ വീടല്ലാതെ വേറെ വീടൊന്നും കിട്ടിയില്ലേ? ഇവിടെയാണോ എല്ലാ അവതാരങ്ങളും വരുന്നത്? തമാശയ്ക്ക് ചോദിക്കുകയാണ്. കാര്യം ഇവർ രണ്ടുപേരും കുസൃതി പറയുകയാണെന്ന് അറിയാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് യശോദറാണി പറയുന്നത്. സത്യമാണ് എന്നുള്ളത് യശോദറാണിക്ക് അറിയില്ല. യശോദറാണിയുടെ മുമ്പിൽ യോഗമായ കാർട്ടനുള്ളത് കൊണ്ട്. എന്നാൽ ഇവർ പറയും സത്യമാണെന്ന് അറിയാം. കൃഷ്ണനാണെങ്കിൽ സത്യം പറയുന്നു, ബലരാമനും സത്യമാണ് പറയുന്നത്. എന്നാൽ വിഷ്ണുവിനോട് പറയുകയാണ്, നിനക്ക് വേറെ വീടൊന്നും കിട്ടിയില്ല, എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് അവതാരം എടുത്ത് വന്നിട്ടുള്ളത്. എല്ലാ അവതാരങ്ങളും ഒരാൾ പറയുന്നു ഞാൻ രാമചന്ദ്രനാണെന്ന്, ഒരാൾ പറയുന്നു ഞാൻ ലക്ഷ്മണനാണെന്ന്. ഇനി നാളെ എന്തൊക്കെ പുതിയ അവതാരം, മത്സ്യം കൂർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇനി ഇവർ വരും. എനിക്ക് വേറെ വീടൊന്നും കിട്ടിയില്ല, എനിക്കിവിടെ സമാധാനപരമായിട്ട് കുട്ടിയെ നോക്കി ഇരിക്കണം, ഇതിൻ്റെ ഇടയിൽ അവതാരങ്ങളൊക്കെ വന്നാൽ ശരിയാവില്ല. യശോദറാണി ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും ഇവർ മറക്കുന്നു, ഈ കുട്ടികൾ രണ്ടുപേരും മറക്കുന്നു. അവസാനം അമ്മയോട് പറയുന്നു, അമ്മ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ബലരാമന് പറഞ്ഞു ഞാനും ഉറങ്ങാൻ പോവാം. ബലരാമൻ പോകുന്നു. കൃഷ്ണൻ പറയുന്നു, അമ്മ എനിക്ക് നാളെ വേറെ കഥ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങുന്നു. ഇതാണ് എല്ലാ ദിവസവും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം യശോദറാണി കാലത്ത് എഴുന്നേറ്റ് റെഡിയായിട്ട് വെണ്ണ കടയാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് ബാൽഗോപാൽ തലേ ദിവസം കഥയെല്ലാം കേട്ട് ആ ഒരു സ്മരണയിൽ അവനവൻ്റെ കഥ തന്നെയാണ് കേൾക്കുന്നത്. പല പല അവതാരങ്ങളുടെ കഥയെല്ലാം കേട്ട് അദ്ദേഹം കിടന്നുറങ്ങി, എഴുന്നേറ്റിട്ടില്ല ബാൽഗോപാൽ.
അപ്പോൾ ബാൽഗോപാൽ തൽക്കാലം ഉറങ്ങട്ടെ. അടുത്ത വെള്ളിയാഴ്ച ബാൽഗോപാൽ എഴുന്നേൽക്കുന്നതായിരിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കീ ജയ്, ब्रजेंद्र नंदन श्याम सुंदर की जय, यशोदा मैया की जय, श्री नंद महाराज की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. हरे कृष्ण. थैंक यू. प्रणाम प्रभुजी. हरे कृष्णा प्रभुजी. हरे कृष्णा. हरे कृष्णा प्रभुजी. हरे कृष्णा.